നിരന്തരമായി ആദർശ പ്രബോധന രംഗത്ത് നിലകൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷക ഘടകങ്ങളും. സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെയെല്ലാം കൃത്യമായി സമയബന്ധിതമായി അഡ്രസ് ചെയ്യുകയും സത്യവും അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കുഴച്ചുകൊണ്ട് ആശയക്കുഴപ്പത്തിന്റെ അലമാലകളിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ നേരിന്റെ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മതനിരാസത്തിന്റെയും മതനിഷേധത്തിന്റെയും ലിബറൽ സംസ്കാരത്തിന്റെയും കാറ്റ് ഒരു ഭാഗത്തുനിന്ന് ആഞ്ഞടിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത സംഘടനയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷക ഘടകങ്ങളും. ഈ ഘട്ടത്തിൽ നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഈ ഒരു പ്രോഗ്രാം, അഹ്ലുസുന്ന ആദർശ പ്രയാണം എന്ന ഈ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള നഗര കേന്ദ്രങ്ങളിലുമെല്ലാം വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. വൈജ്ഞാനികമായി എല്ലാ വിഭാഗം ആളുകൾക്കും വിശിഷ്യ മുസ്ലിം സമുദായത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് കഴിഞ്ഞ ഏപ്രിൽ 12-ാം തീയതി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി കോഴിക്കോട് വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് എന്റെ സംസാരത്തിന് ശേഷം തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിന്റെ മറ്റൊരു വശം വിശദീകരിച്ചുകൊണ്ട് വിസ്ഡം യൂത്തിന്റെ ഭാരവാഹി താജുദ്ദീൻ സ്വലാഹിയും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. 2 പ്രഭാഷണങ്ങളാണ് ഈ മഗ്‌രിബിന് ശേഷമുള്ള ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സദസ്സിൽ ഇരുന്നു കൊണ്ടും ഇതിന്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുകൊണ്ടും കടകളിൽ ഇരുന്നു കൊണ്ടുമൊക്കെ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരോട് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ആദ്യാവസാനം ഈ പരിപാടി ശ്രവിക്കുകയും മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ട് ഇത് ശ്രദ്ധിക്കുകയും ഇതിൽ നിങ്ങളുടെ ജീവിതവുമായി വ്യക്തിപരമാകട്ടെ കുടുംബപരമാകട്ടെ സാമൂഹ്യ സംബന്ധിയുള്ളതാകട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വെളിച്ചം കിട്ടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളുണ്ട് എങ്കിൽ, തിരുത്തലുകളുണ്ട് എങ്കിൽ ഇതിന്റെ സംഘടനാ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യണമെന്ന വിനീതമായ ഒരു അഭ്യർത്ഥനയിലൂടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ നിർഭയത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ട്, എന്നാൽ അതിന്റെയൊന്നും പ്രയോജനം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് വീടുകളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും സ്ഥാപനങ്ങളിലും പാർട്ടികളിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് പലർക്കും പണമുണ്ട്, പക്ഷേ ആ പണത്തിന്റെ പ്രയോജനം പലർക്കും ലഭിക്കുന്നില്ല. വളരെ വലിയ രീതിയിലുള്ള മനോഹരമായി നിർമ്മിച്ച വീടകങ്ങളിലാണ് പലരും താമസിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വീടിനുള്ളിൽ സമാധാനം പലപ്പോഴും പലർക്കും ലഭിക്കുന്നില്ല. ഇന്റർനെറ്റിന്റെ ഈ കാലഘട്ടത്ത് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കമ്മ്യൂണിക്കേഷന് അനന്തമായ സാധ്യതകളുടെ ഒരു ലോകമാണ് ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പഴയ കാലത്തുള്ള മനുഷ്യബന്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇല്ല എന്നത് നമ്മെ ഏവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ സൗകര്യങ്ങൾ ഒരു വഴിക്ക് വർദ്ധിക്കുകയും മനുഷ്യബന്ധങ്ങൾ മറ്റൊരു വഴിക്ക് തകർന്നുകൊണ്ടിരിക്കുകയും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള പുതിയ പുതിയ മോഡൽ വാഹനങ്ങൾ ഇന്ന് നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും റോഡുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും
ഗതാഗത സൗകര്യങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളക്കാരുടെ നല്ലൊരു സമയം അവർ ചിലവഴിക്കുന്നത് റോട്ടിലാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവുകയില്ല. ഈ മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ പഴയ സമയം പോരാ, എത്രയോ മണിക്കൂറുകൾ ബ്ലോക്കിൽ നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിലെ തിരുവനന്തപുരമാകട്ടെ, എറണാകുളമാകട്ടെ, അങ്ങനെ മെട്രോപൊളിറ്റൻ സിറ്റികൾ ഏതെടുത്തു നോക്കിയാലും വാഹനവുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അരമണിക്കൂർ ഓടാനുള്ള സ്ഥലത്തേക്ക് 1-2 മണിക്കൂറുകൾ വണ്ടിയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം. അതേ വാഹനങ്ങൾ വർദ്ധിച്ചു, പക്ഷേ യാത്രകൾ നടക്കുന്നില്ല എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മരുന്നും ആശുപത്രിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഹെൽത്ത് സെന്ററുകളും ചെറിയ ആശുപത്രികളും അങ്ങനെ അങ്ങ് മെഡിക്കൽ കോളേജ് വരെയുള്ള ഹോസ്പിറ്റലുകൾ ഈ മഞ്ചേരി ടൗണിൽ തന്നെ ഏത് റോട്ടിൽ നോക്കിയാലും നമുക്ക് ഹോസ്പിറ്റലുകളുടെ എണ്ണം കാണുവാൻ കഴിയും. എന്നാൽ ഹോസ്പിറ്റലുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് രോഗങ്ങൾ കുറയുകയല്ല ചെയ്യുന്നത്, രോഗങ്ങൾ പലപ്പോഴും മനുഷ്യർക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മക്കൾ പലർക്കുമുണ്ട്, പക്ഷേ മക്കളുടെ പ്രയോജനം പലർക്കും ലഭിക്കുന്നില്ല. മാതാപിതാക്കളുണ്ട്, പക്ഷേ പല മക്കൾക്കും സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഭാര്യയുണ്ട്, പക്ഷേ ഭാര്യയിൽ നിന്നുള്ള ഒരു തണല് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ലഭിക്കാതെ പോകുന്നു. ഭർത്താക്കന്മാരുണ്ട്, പക്ഷേ ഭർത്താക്കന്മാരുടെ ഒരു സുരക്ഷിതത്വം പല ഭാര്യമാർക്കും ഇന്ന് ലഭിക്കാത്തതിന്റെ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനാധിപത്യ രാഷ്ട്രം എന്ന് നമ്മൾ പെരുമ്പറയടിക്കുമ്പോഴും ജനാഭിലാഷങ്ങൾ പലപ്പോഴും നടക്കുന്നില്ല എന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ കണ്ടും കേട്ടുമാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാലയങ്ങൾ വർദ്ധിച്ച തോതിലുണ്ട് എന്നതാണ് നമ്മുടെ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്കറിയാം. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ ആ വിദ്യാലയങ്ങളിൽ നിന്നുണ്ടാകേണ്ട സംസ്കാരം എത്രത്തോളം ഉണ്ടാകുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷയുടെ സമയത്ത്, പരീക്ഷ കഴിഞ്ഞ് സ്കൂളുകൾ കോളേജുകൾ അടക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. എന്താണ് ആ സർക്കുലറിൽ പറയുന്നത്? സെന്റ് ഓഫുകൾ പാടില്ല, കുട്ടികൾ കൂട്ടം കൂടാൻ പാടില്ല. ഓരോ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഇറങ്ങിപ്പോകുമ്പോ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. പോലീസിന്റെ അകമ്പടിയോടുകൂടിയായിരിക്കണം കുട്ടികൾ സ്കൂൾ ക്യാമ്പസുകളിൽ നിന്നും വീടുകളിലേക്ക് പോകേണ്ടത് എന്ന നിർദ്ദേശം കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ 10 വർഷം പഠിപ്പിച്ച മക്കളെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തുവിടുമ്പോൾ ആ വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരമാണ് നമ്മൾ പഠിപ്പിച്ചതെങ്കിൽ ആ സംസ്കാരം തൊട്ട് തീണ്ടാത്ത കെട്ടുകാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂണിഫോമുകൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നു. റോട്ടിലൂടെ പോകുന്നവരെ നേരെ അവർ അക്രമോത്സുകത കാണിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. വാഹനങ്ങൾ അനിയന്ത്രിതമായി ഓട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ മക്കൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. എല്ലാ സൗകര്യങ്ങളും നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ വിഭവങ്ങളും നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ വിഭവങ്ങൾ കൊണ്ട്, ആ സൗകര്യങ്ങൾ കൊണ്ട് മനുഷ്യന് ലഭിക്കേണ്ട താങ്ങും തണലും സമാധാനവും നിർഭയത്വവും പലപ്പോഴും ലഭിക്കാതെ പോകുന്നു എന്ന വിരോധാഭാസമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ സ്വസ്ഥതയില്ലാത്ത ഒരു സമൂഹമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. WHO കണക്ക് നമുക്ക് കാണാം. ലോകാരോഗ്യ സംഘടനയായ WHO കണക്ക് പ്രകാരം 300 ദശലക്ഷക്കണക്കിന് ആളുകൾ ഡിപ്രഷൻ രോഗത്തിന് അടിമകളാണ് ഇന്ന് ലോകത്ത് എന്നാണ്. ഓരോ സെക്കൻഡിലും ലോകത്ത് 40 പേരാണ് ആത്മഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗം മൂലം നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ 120% നമ്മുടെ കേരളത്തിൽ പോലും വർധന രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ? ബാറിൽ അടിപിടി ഉണ്ടാക്കി ചെറുപ്പക്കാർ ഇറങ്ങി വന്ന് നടുറോട്ടിൽ വെച്ചുകൊണ്ട്
കരിങ്കല്ല് ഉപയോഗിച്ചുകൊണ്ട് നെഞ്ചത്ത് വെച്ച് കുത്തി ആ പച്ച മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ച് കൊല്ലുമ്പോഴും അത് ക്യാമറയിൽ പകർത്തുകയല്ലാതെ അവന്റെ കൈ പിടിക്കുവാൻ നോക്കി നിൽക്കുന്നവർക്ക് പോലും കഴിയാത്ത വിധം കാരുണ്യരഹിതമായ ഒരു സാഹചര്യത്തിലാണ്, ഒരു കേരളത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രക്തബന്ധങ്ങളിൽപ്പെട്ട ആളുകളെ കൊല്ലാകൊല ചെയ്യുന്ന എത്രയെത്ര അനുഭവങ്ങളാണ് കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. എന്താ സുഹൃത്തുക്കളെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? മനുഷ്യനുണ്ടാകേണ്ട നിർഭയത്വവും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇതിന് പരിഹാരമെന്ത്? ആ പരിഹാരത്തെ കുറിച്ച് സംസാരിക്കാനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ മാത്രമല്ല കേരളത്തിന്റെ ഏതെല്ലാം ടൗണുകൾ ഉണ്ടോ ആ ടൗണുകളിലെല്ലാം ഞങ്ങൾ ഈ പ്രോഗ്രാമുമായി എത്താനാണ് ശ്രമിക്കുന്നത്. ഈ തെളിനീര് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യന്, ദാഹം കൊണ്ട് അവശനായി കിടക്കുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം നീട്ടിക്കൊടുക്കുമ്പോൾ അവൻ എത്ര ആവേശപൂർവ്വം അത് വാങ്ങി കുടിക്കുമോ, അതേപോലെ സമാധാനം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ആ സമാധാനത്തിന്റെ തുരുത്ത് കാണിച്ചു കൊടുത്താൽ അവരത് വലിയ ആവേശത്തോടു കൂടി വാങ്ങിക്കുടിക്കും എന്ന ഉറപ്പോടു കൂടിയാണ് ഈ പ്രോഗ്രാമുമായി ഞങ്ങൾ കടന്നു വരുന്നത്. തീർച്ചയായും ഇത് കേരളത്തിലെ പച്ച മനുഷ്യരായ ജാതി മതഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സഹോദരങ്ങളെ, വളരെ കുറച്ച് സമയം നിങ്ങൾ ഇതിന് കാതുകൊടുത്താൽ, നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചാൽ, നിങ്ങളുടെ കണ്ണ് തുറന്നു വെച്ചാൽ, നിങ്ങളുടെ കാത് ഇതിനോട് തുറന്നു വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിന്റെ സന്ദേശം, നിർഭയത്വത്തിന്റെ സന്ദേശം ഈ വേദിയിൽ നിന്ന് തീർച്ചയായും ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണ് മനുഷ്യൻ നിർഭയനായി സമാധാനപൂർവ്വം ഒത്തുചേരാനുള്ള മാർഗം എന്ന് ചോദിച്ചാൽ അതിന് വളരെ ലളിതമായ ഒരു യുക്തിയുണ്ട്. അതെന്താ? ഈ മഞ്ചേരി അങ്ങാടിയിൽ നിങ്ങൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന കടകളിൽ ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ മതി. അവിടെ കയറി ചെല്ലുന്ന സ്ഥലത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇത് CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന്. എന്തിനാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്? മനുഷ്യന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി ഇടപെടാനുള്ള ഒരു മുന്നറിയിപ്പാണ്. അഥവാ നിങ്ങൾ നിരീക്ഷണത്തിലാണ്, നിങ്ങൾ എന്തെങ്കിലും അനാവശ്യമായി ചെയ്താൽ അത് കാണുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ മനുഷ്യനെ അച്ചടക്കമുള്ളവനാക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഈ CCTV ക്യാമറ തന്നെയാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ യുക്തി എന്താ? ലളിതമാണ്. മനുഷ്യന്മാർ അച്ചടക്കമുള്ളവരാകണമെങ്കിൽ അവർ നിരീക്ഷണത്തിന്റെ വലയത്തിലാണ് എന്നൊരു ബോധം അവർക്കുണ്ടാക്കി കൊടുക്കണം എന്നതാണ്. അതാണ് സാമാന്യ യുക്തി. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. ആ കടകളിൽ വിൽക്കുന്ന സാധനങ്ങൾ, അത് ഫ്രിഡ്ജ് ആകട്ടെ, TV ആകട്ടെ, വാച്ച് ആകട്ടെ, മറ്റെന്ത് സാധനം, ഇലക്ട്രോണിക് ഉപകരണങ്ങളാകട്ടെ, അത് ഏതെങ്കിലും കേട് വന്നാൽ അത് നന്നാക്കാനുള്ള മാർഗം എന്താ? അതിന്റെ കൂടെ നമുക്കൊരു പുസ്തകം തന്നിട്ടുണ്ടാവും. അതിന് കാറ്റലോഗ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ വാച്ച് കേട് വന്നാൽ ആ വാച്ച് ആരുണ്ടാക്കിയോ അവരിറക്കിയ കാറ്റലോഗ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ആ വാച്ച് റിപ്പയർ ചെയ്യേണ്ടത്. ആ ഫ്രിഡ്ജ് ഏതൊരു കമ്പനിയാണോ ഉണ്ടാക്കിയത് അവരിറക്കിയ കാറ്റലോഗ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ആ ഫ്രിഡ്ജ് നന്നാക്കേണ്ടത്. എല്ലാം അങ്ങനെയാണ്. അത് ലളിതമായ ഒരു യുക്തിയാണ്. എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ ഫ്രിഡ്ജ് കേട് വന്നാൽ മൊബൈൽ ഫോണിന്റെ കാറ്റലോഗ് നോക്കിയിട്ടല്ല നന്നാക്കേണ്ടത്. സാംസങ്ങിന്റെ ഫോൺ കേട് വന്നാൽ അത് ഐഫോണിന്റെ കാറ്റലോഗ് നോക്കിയിട്ടല്ല നന്നാക്കേണ്ടത്. ജീപ്പ് കേട് വന്നാൽ കാറിന്റെ കാറ്റലോഗ് നോക്കിയിട്ടല്ല നന്നാക്കേണ്ടത്. അത് ഏത് കമ്പനിയാണോ ആ കമ്പനി പുറപ്പെടുവിച്ച കാറ്റലോഗ് നോക്കിയിട്ടാണ് അത് നന്നാക്കേണ്ടത്. അപ്പോൾ മാത്രമേ നന്നാവുകയുള്ളൂ. ഇന്ന് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഇവിടെ സംസാരിച്ചു പോയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? വാച്ചല്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന മനുഷ്യനാണ്. ആരാണ് തിരുവനന്തപുരത്ത് സ്വന്തം ഉമ്മയുടെ നെറുമണ്ടയിൽ അടിച്ചുകൊണ്ട്, ആമറ് കൊണ്ട് അടിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതാരാ? ആ ഉമ്മയുടെ പേരമകനാണ്, ഒരു കുട്ടിയാണ്. ആരാണ്? താമരശ്ശേരിയിൽ
ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ തല നഞ്ചക്ക് കൊണ്ട് അടിച്ചു പൊളിച്ചത് അവന്റെ സുഹൃത്തുക്കളായ മറ്റു കുട്ടികളാണ്. ഈ മഞ്ചേരിയിലും പരിസരത്തും പല രീതിയിലുള്ള കൊലപാതകങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്, പിന്നെയും ഉണ്ടായിട്ടുണ്ട്. ആ കൊലക്കുത്തരവാദികളായത് ആരാ? വന്യജീവികളല്ല, മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരിൽ പലപ്പോഴും രക്തബന്ധത്തിലുള്ള ആളുകളാണ്. അഥവാ ഇവിടെ കുഴപ്പക്കാരനാകുന്നത് മനുഷ്യന്മാരാണ്. ഇവിടെ അഴിമതി കാണിക്കുന്നത് മനുഷ്യന്മാരാണ്. ഇവിടെ വ്യഭിചരിക്കുന്നത് മനുഷ്യരാണ്. ഇവിടെ ചാവേറായി പൊട്ടിത്തെറിക്കുന്നത് മനുഷ്യരാണ്. അപ്പൊ ആർക്കാ തകരാറ്? മനുഷ്യന്മാർക്കാണ് തകരാറ്. മനുഷ്യന്മാർക്കുണ്ടാകുന്ന തകരാറ് നന്നാക്കണമെങ്കിൽ ഏത് കാറ്റലോഗ് ഉപയോഗിക്കും? ഏത് കമ്പനിയുടെ കാറ്റലോഗ് ഉപയോഗിക്കും? ഒരു കമ്പനിയുടെ കാറ്റലോഗ് ഉപയോഗിച്ചുകൊണ്ടും മനുഷ്യരെ നന്നാക്കാൻ കഴിയില്ല. കാരണം അതേതെങ്കിലും ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ട വസ്തുവല്ല, പദാർത്ഥമല്ല, ഒരു സംവിധാനമല്ല മനുഷ്യജീവി എന്ന് പറയുന്നത്. മറിച്ച് ഈ പ്രപഞ്ചത്തെ, ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചയച്ചവ സൃഷ്ടികളാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് മനുഷ്യനെ നന്നാക്കണമെങ്കിൽ അവൻ കേടുവരുമ്പോൾ, അവൻ ഭാര്യയുടെ കഴുത്തറുത്തു കൊല്ലുമ്പോൾ, ഭാര്യ കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി ഭർത്താവിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി അദ്ദേഹത്തെ കൊല ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവളെ നിയന്ത്രിക്കാൻ, അവനെ വരുതിയിൽ കൊണ്ടുവരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവ് തന്നെ ഇവൻ കള്ളനാകുമ്പോൾ, ഇവൻ ചതിയനാകുമ്പോൾ, ഇവൻ കൊലപാതകയാകുമ്പോൾ, ഇവൻ ശിർക്ക് ചെയ്യുമ്പോൾ, ഇവൻ വ്യഭിചരിക്കുമ്പോൾ, ഇവൻ അഴിമതി നടത്തുമ്പോൾ, ഇവൻ പലിശക്കളിയിൽ അകപ്പെടുമ്പോൾ അവനെ നന്നാക്കുവാൻ ഇതാ ഈ മനുഷ്യരുടെ കൂടെ ഒരു ഗ്രന്ഥം കൂടി ഞാൻ അയക്കുന്നുണ്ട്, ഒരു പുസ്തകം കൂടി ഞാൻ അയക്കുന്നുണ്ട്. ആ കാറ്റലോഗിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ കേടുവന്നാൽ അവനെ നന്നാക്കുവാൻ, അവൻ സമാധാനമില്ലാത്തവനാകുമ്പോൾ അവന് നിർഭയത്വം ഉണ്ടാക്കാൻ, അവൻ മടങ്ങി പോകേണ്ടത് അവനെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവ് അവനെ നന്നാക്കാൻ കൊടുത്ത ആ കാറ്റലോഗിലേക്കാണ്, ആ ഗ്രന്ഥത്തിലേക്കാണ്, ആ പുസ്തകത്തിലേക്കാണ്. അത് നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നിർഭയത്വം ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, അതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. മനുഷ്യരെ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, ഫമൻ തബിഅ ഹുദായ, ആ മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. നേരെ തിരിച്ചൊന്ന് നോക്കൂ നിങ്ങൾ. ഈ പറഞ്ഞ വാചകത്തിന് നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നിൽ നിന്നുള്ള ആ മാർഗദർശനം, ആ ഗൈഡ് ലൈന്, ആ കാറ്റലോഗ് നിങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരില്ല, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇനി അതിന്റെ നെഗറ്റീവ് ഒന്ന് പറഞ്ഞു നോക്കൂ, ഇതിനെ നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കൂ. എങ്ങനെ? നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നിൽ നിന്നുള്ള മാർഗദർശനമല്ല നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, നിങ്ങൾ ഭയപ്പെടേണ്ടി വരും, നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരും. എന്താ കാരണം? മനുഷ്യന്മാർ അസ്വസ്ഥരാകാനുള്ള കാരണം അവന് പണമില്ലാത്തത് കൊണ്ടല്ല, അവന് കാറില്ലാത്തത് കൊണ്ടല്ല, അവൻ AC റൂമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മനുഷ്യന് സ്വസ്ഥതയില്ലാത്തവനാകുന്നത് എന്തുകൊണ്ടാണെന്നോ, അവന് കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ടാണ്. ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അത് കിട്ടണമെങ്കിൽ ആ സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശത്തിലേക്ക് അവൻ തിരിച്ചു പോകണം. അതിന്റെ പേരാണ് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ലേ, ഞാനൊരു ഹിന്ദുവാണല്ലോ, ഞാൻ എന്തിനു മുസ്ലിങ്ങളുടെ ഗ്രന്ഥം കേൾക്കണം? ഖുർആൻ മുസ്ലിങ്ങൾക്കുള്ളതല്ലേ, ഞാനൊരു ക്രിസ്ത്യാനിയാണല്ലോ, ഞാൻ എന്തിനത് ശ്രദ്ധിക്കണം? ഖുർആൻ മുസ്ലിങ്ങൾക്കുള്ളതല്ലേ, ഞാൻ ഒരു പ്രത്യേക മതത്തിലും വിശ്വസിക്കാത്തവനാണ്, ഞാൻ എന്തിനത് ശ്രദ്ധിക്കണം? അത് മുസ്ലിങ്ങൾക്കുള്ളതാണ് എന്നായിരിക്കും ഒരു പക്ഷേ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കുക. എന്നാൽ വളരെ വിനയത്തോടുകൂടി പറയട്ടെ,
അതൊരിക്കലും തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല. ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശന ഗ്രന്ഥമാകുന്നു ഇത്. അന്നാസ് എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താ? മനുഷ്യർ എന്നാണ് അതിന്റെ അർത്ഥം. മുസ്ലിം എന്നല്ല, ഹിന്ദു എന്നല്ല, ക്രിസ്ത്യൻ എന്നല്ല, മതമുള്ളവൻ എന്നല്ല, മതമില്ലാത്തവൻ എന്നല്ല. മനുഷ്യരായി പറന്നു വീണ ആരൊക്കെയുണ്ടോ അവരെല്ലാം വിളിക്കുന്ന ഒരു പ്രയോഗമാണ് അന്നാസ് എന്ന് പറയുന്ന പ്രയോഗം. അപ്പൊ മനുഷ്യരായി ഈ ഭൂമുഖത്തേക്ക് വന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അവർ ഇരുട്ടിൽ തപ്പുമ്പോൾ, അവർ അരക്ഷിതരാകുമ്പോൾ, അവർ വിഷമിക്കുമ്പോൾ, അവർ പ്രയാസപ്പെടുമ്പോൾ, അവർ ഭയവിഹ്വലരാകുമ്പോൾ, അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിൽ നിന്നെല്ലാം മോക്ഷം ലഭിക്കുന്ന മാർഗമാണ്, അതിനുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ മനുഷ്യന് സമാധാനം ഉണ്ടാകാനും സ്വസ്ഥതയുണ്ടാകാനും നിർഭയത്വം ഉണ്ടാകുവാനും എന്താണ് മാർഗം പറയുന്നത്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് ആ സമാധാനമടയുകയും ചെയ്തവർ അറിയുക, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഒന്നുകൊണ്ട് മാത്രമേ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ, സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവിടെയൊക്കെ നിരീക്ഷണ ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഈ നിരീക്ഷണ ക്യാമറ ഉണ്ട് എന്നുള്ളൊരു ബോധം വരുമ്പോഴാണ് മനുഷ്യൻ അച്ചടക്കമുള്ളവനാകുന്നത്. ഇതേപോലെ ഇന്നാരും കാണുന്നില്ല, എന്തും എനിക്ക് ചെയ്യാം എന്നാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ അയാൾ എന്തും ചെയ്യും. ആളില്ലാത്ത സമയത്ത് അയാൾ കടയിൽ നിന്ന് സാധനം മോഷ്ടിക്കും. ചെറിയൊരു പെൺകുട്ടിയെ മുന്നിൽ കണ്ടാൽ ആരും കാണില്ലെങ്കിൽ പീഡിപ്പിക്കും. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആരും അറിയാതെ അദ്ദേഹം അഴിമതി നടത്തും. ഒരു കച്ചവടക്കാരനാണെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അളക്കത്തിലും തൂക്കത്തിലും കൃത്രിമത്വവും കാണിക്കും. കാരണം വേറെ ആരും കാണുന്നില്ല തോന്നിയാൽ. എന്നാൽ എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു റബ്ബുണ്ട്, അവന്റെ പേരാണ് അല്ലാഹു, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഓർമ്മയുണ്ടായാൽ ഒരാളും തെറ്റു ചെയ്യുകയില്ല. അപ്പൊ മനുഷ്യൻ സൂക്ഷ്മതയുള്ളവനാകാനുള്ള മാർഗം ഈ ഗ്രന്ഥം ലോകത്തോട് പറയുന്നത് എന്താ? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം. ആരെ ആരാധിക്കണം? മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണോ? ഹിന്ദുക്കളുടെ ദൈവത്തെ ആരാധിക്കണോ? ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആരാധിക്കണോ? അല്ലെങ്കിൽ മഞ്ചേരിക്കാരുടെ ദൈവത്തെ ആരാധിക്കണോ? ഇന്ത്യക്കാരുടെ ദൈവത്തെ ആരാധിക്കണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കക്കാരന്റെ ദൈവത്തെ ആരാധിക്കണോ? അതൊന്നുമല്ല ഖുർആൻ പറഞ്ഞത്. ആരെ ആരാധിക്കേണ്ടത്? ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. എന്താ റബ്ബെന്ന് പറഞ്ഞാൽ? പടിപടിയായി മനുഷ്യനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നവനാരോ, ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, ആരാണോ ഈ ഭൂമി ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്, ആരാണ് നിങ്ങളെ നടക്കാൻ പഠിപ്പിച്ചത്, ആരാണ് നിങ്ങളെ പാല് കുടിക്കാൻ പഠിപ്പിച്ചത്, ആരാണ് നിങ്ങളെ എഴുന്നേറ്റ് സഞ്ചരിക്കാൻ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച നിങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ റബ്ബിനെയാണ്, ആ അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആരാണ് ആ റബ്ബ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച. പിന്നെയോ വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളുടെ ദൈവത്തെയല്ല, നിങ്ങളുടെ ഹിന്ദുക്കളുടെ ദൈവത്തെയല്ല, ക്രിസ്ത്യാനികളുടെ ദൈവത്തെയല്ല. മറിച്ച് നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ അച്ഛനെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ വല്യപ്പയെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുതുമുത്തച്ഛന്മാരെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ ആരാണോ സൃഷ്ടിച്ചത്, ഈ കാണുന്ന ഈ മഞ്ചേരി അങ്ങാടി അടങ്ങുന്ന ഈ ഈ മലപ്പുറം ജില്ലയടങ്ങുന്ന ഈ കേരള സംസ്ഥാനം അടങ്ങുന്ന ഈ ഇന്ത്യ അടങ്ങുന്ന ഈ ഏഷ്യ ഭൂഖണ്ഡം അടങ്ങുന്ന ഈ 7 മഹാഭൂഖണ്ഡങ്ങളും അടങ്ങുന്ന ഈ അണ്ഡകടാഹം അടങ്ങുന്ന ഈ കാടും മലയും പർവ്വതങ്ങളും അതുപോലെ തന്നെ സമുദ്രവും എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, സൂര്യനെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ മുഴുവനും സൃഷ്ടിച്ച, ഈ ലോകത്തെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സരാചരനായ സർവലോക രക്ഷിതാവായ ഒരു റബ്ബുണ്ട്, ഒരു അല്ലാഹുവുണ്ട്. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വർഗീയതയില്ലാത്ത വിശ്വാസം,
വിഭാഗീയതയില്ലാത്ത വിശ്വാസം. മനുഷ്യൻ സൂക്ഷ്മതയുള്ളവനായി മാറാൻ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്ന് പറയുന്നത്, നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളെ മുമ്പുള്ളവരാരാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. ഇതിലെന്ത് വർഗീയതയുള്ളത്? ഇതിലെന്ത് വിഭാഗീയതയാണുള്ളത്? ഇതിലെന്ത് വംശീയതയാണുള്ളത്? ഇതിലെന്ത് സങ്കുചിതത്വമാണുള്ളത്? ഇതിലെന്ത് കടുംപിടുത്തമാണുള്ളത്? ഇതിലെന്ത് അപരമത വിദ്വേഷമാണുള്ളത്? ഒന്നുമില്ല. നമ്മളാരും പറയുന്നത് നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാരെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല. മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച നമ്മളെല്ലാവരും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും ഇവിടെയുള്ള ജീവജാലങ്ങൾ എല്ലാവരും സൃഷ്ടിച്ചൊരു ദൈവം. ഈ സൂര്യന്റെ സൃഷ്ടാവ്, ചന്ദ്രന്റെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിന്റെ മുമ്പിലായിരിക്കണം എല്ലാവരും സുജൂദ് ചെയ്യേണ്ടത്. ആ സൃഷ്ടാവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ബോധം സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഒരു കുടുംബനാഥൻ ഉണ്ടായാൽ, ഒരു ഭർത്താവിനുണ്ടായാൽ ഭാര്യയെ തല്ലൂല. ഒരു ഭാര്യക്കുണ്ടായാൽ ഒരിക്കലും ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കൂല. ഒരു വാപ്പാക്കുണ്ടായ മക്കളെ സംരക്ഷിക്കും. ഒരു മക്കൾക്കുണ്ടായാൽ മാതാപിതാക്കളെ ഒരിക്കലും വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കൂല. അതൊരു കച്ചവടക്കാരനുണ്ടായാൽ ആ കച്ചവടക്കാരൻ ഒരിക്കലും അണക്കത്തിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കൂല. കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്, ഒരു നാഥനുണ്ട്, ഒരു നിരീക്ഷകനുണ്ടെന്നൊരു ബോധം വന്നാൽ, ഒരു എഞ്ചിനീയറും പാലമുണ്ടാക്കുമ്പോ അതിൽ കള്ളക്കളി കാണിക്കില്ല. ഒരു ഡോക്ടറും രോഗിക്ക് ആവശ്യമില്ലാത്ത മരുന്നെഴുതില്ല. അതുപോലെ തന്നെ ഒരു അധ്യാപകനും തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കില്ല. ഒരു രാജ്യ നേതാവും ഭരണസമയത്ത് അഴിമതി കാണിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും അനാവശ്യം കാണിക്കില്ല. ഒരു ഗുണ്ടയും ഇവിടെ ഉണ്ടാവില്ല. ഒരു അഴിമതിയും ഇവിടെ ഉണ്ടാവില്ല. ഒരു സ്വജനപക്ഷപാതിത്വവും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ കഴുത്തറുത്തുള്ള കൊലപാതകങ്ങൾ ഉണ്ടാവില്ല. എന്തു വേണം ഇതിനൊക്കെ? മനുഷ്യന്മാർക്ക് ഏത് കോടതി എന്നെ വെറുതെ വിട്ടാലും, ഏതൊരാൾ എന്നെ വെറുതെ വിട്ടാലും, എന്നെ പിടിക്കുന്ന, എന്നെ ശിക്ഷിക്കുന്ന, എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവുണ്ട് എന്ന ബോധം മനുഷ്യനുണ്ടായാൽ, അവനെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ, മനുഷ്യൻ നന്നാകാൻ അത് മതി, അവന് സ്വസ്ഥതയുണ്ടാകാൻ അത് മതി, അവന് നിർഭയത്വം ഉണ്ടാകാൻ അത് മതി. അതാണ് പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, അവർ സൂക്ഷ്മതയുള്ളവരായേക്കാം. അപ്പൊ മനുഷ്യന്മാർ സൂക്ഷ്മതയുള്ളവരാകാൻ ഒറ്റ മൂല്യാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതുകൊണ്ട് ഈ മഞ്ചേരി അങ്ങാടിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കും. നിങ്ങൾ എന്തൊക്കെ വിഷമം അനുഭവിക്കുന്നുണ്ടോ, പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, അതിനൊക്കെ ഉള്ള പരിഹാരം എന്തുണ്ടെന്നറിയോ? നമ്മളെ സൃഷ്ടിച്ച ആ പടച്ചോൻ നമുക്ക് നൽകുന്നുണ്ട്. ആ സൃഷ്ടാവിനെ മാത്രം നമ്മൾ ആരാധിക്കുക സുഹൃത്തുക്കളെ. മരണശേഷം ഒരു ജീവിതമുണ്ട്. അതാണ് ഈ ഒരു വിശുദ്ധ ഖുർആൻ നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യം. മരണം ഉറപ്പാണ്, ജീവിതത്തിനാണ് ഉറപ്പില്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾ എല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ സംസാരിക്കുന്ന ഞാന് എന്റെ സംസാരം അവസാനിപ്പിച്ച് ഇവിടെ ഇരിക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയും എനിക്ക് പറയാൻ കഴിയില്ല. ഈ കസേരകളിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമെന്ന് ഉറപ്പ് പറയാൻ എത്ര ആളുകൾക്ക് കഴിയും? ഒരാൾക്കും കഴിയില്ല സുഹൃത്തുക്കളെ, ഒരാൾക്കും സാധ്യമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് മനുഷ്യന്മാർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും എത്തിപ്പെടുന്നത് എവിടേക്കാ? ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടി അകലുന്നത്, ആ മരണത്തിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുക. നേരെ ഒരു മരണമെന്ന് പറയുന്നത് നേരത്തെ വരില്ല, വൈകിയും വരില്ല, സമയത്ത് മാത്രമേ വരികയുള്ളൂ. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഓരോരുത്തരുടെയും മരണത്തിന്റെ സമയമായാൽ അത് വൈകിക്കുകയുമില്ല, നേരത്തെയാവുകയുമില്ല. എവിടെ ഒളിച്ചിട്ടും കാര്യമില്ല. ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ ഏത് കോട്ടകൊത്തളങ്ങളിലായിട്ടും കാര്യമില്ല, മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു ഒരാളെ മരിപ്പിക്കാൻ തീരുമാനിച്ചതെങ്കിൽ, സൗദി അറേബ്യയിൽ വെച്ചാണ് ഒരാളെ മരിപ്പിക്കാൻ തീരുമാനിച്ചതെങ്കിൽ, അങ്ങോട്ട് പോകാനുള്ള
ഒരാവശ്യം അല്ലാഹു ഉണ്ടാക്കുമെന്നാണ്. ഇദാ ഖദല്ലാ, അല്ലാഹു വിധിച്ചാൽ ലി അബ്ദിൻ, ഒരടിമക്ക് അയ്യമൂത ബി അർളിൻ, ഒരു സ്ഥലത്ത് വെച്ച്, ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരാൾ മരിക്കപ്പെടണമെന്ന് അല്ലാഹു തീരുമാനിച്ചുറപ്പിച്ച് അവന്റെ രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹജാ, അങ്ങോട്ട് പോകാൻ അവനൊരാവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. നമ്മൾ സാധാരണ പറയലില്ലേ, ആ കുട്ടി ഇപ്പൊ ഇവിടെ നിന്നീന്ന് ബൈക്കുമേ, പിന്നെ ഒരാവശ്യമില്ലാതെ അവൻ അങ്ങാടി പോയതാണ്. അങ്ങനെ നേരെ ആ ലോറിന്റെ മുമ്പിലാണ് പോയി പെട്ടു. എന്താ ചെയ്യാ? ആ ലോറിന്റെ മുമ്പിൽ പോയി പെടുക എന്നുള്ളത് അള്ളാന്റെ നിശ്ചയമാണ്. അതാ സമയത്ത് അവിടെ എത്തിയേ പറ്റൂ. അപ്പൊ നമ്മൾ എവിടെ വെച്ച് മരിക്കണം നല്ല തീരുമാനിച്ചിട്ടുണ്ടോ അവിടേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഉറപ്പിക്കുക, ആ മരണശേഷം ഉള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ. ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർ എപ്പോഴാ പോകുന്നത് നമുക്ക് പറയാൻ കഴിയും. ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാന് നമ്മുടെ ജാമിയ അൽ ഹിന്ദിലൊരു പരിപാടി ഉണ്ടായി. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇവിടുത്തെ പ്രവർത്തകർ വിളിച്ചത്, നമ്മുടെ മരക്കാർ മൗലവി പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. നമ്മളെ പട്ടർക്കുളത്തുള്ള വളരെ സജീവമായി എല്ലാ പ്രവർത്തന രംഗത്തും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൽ എവിടെയൊക്കെ വിശുദ്ധ ഖുർആനിന്റെ മത്സര പരീക്ഷകളും QHLSന്റെ എക്സാമുകളും ഉണ്ടോ അതിന്റെ ആദ്യവും അവസാനവും അദ്ദേഹം ഉണ്ടാകും. എത്രയോ തവണ ഉയർന്ന മാർക്ക് ലഭിച്ച അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്റെ ജീവിതം പഠനത്തിനും പ്രബോധനത്തിനും വേണ്ടി നീക്കിവെച്ച ഒരു പച്ച മനുഷ്യൻ. പക്ഷെ എത്ര പെട്ടെന്നാണ് അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ച സമയത്ത് മകനും വിദേശത്താണ്. അപ്പോ മകൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല, പക്ഷെ വാപ്പാന്റെ ഒരു വസിയത്തുണ്ടായിരുന്നു. ഞാൻ പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ ആരെങ്കിലും മരിച്ചാൽ, ഞാൻ തന്നെ മരിച്ചാൽ, അവിടുന്ന് ഗൾഫിൽ നിന്ന് ആള് വരാണ്ട് എന്ന് പറഞ്ഞ് മയ്യത്തൊരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് എടുക്കണം. അത് വാപ്പാന്റെ ഒരു വാക്കുള്ളത് കൊണ്ട് ഞാൻ ഇവിടുന്ന് അതിന് അനുവാദം കൊടുത്തു. അതുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന വിഷമം പറഞ്ഞു. പക്ഷെ വാപ്പാന്റെ ആ ഒരു വസിയത്ത് അവൻ നടപ്പാക്കുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളൊക്കെ പുറത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഈ വേദിയിൽ ഈ ഒരു കസേരയിൽ അദ്ദേഹവും വന്നിരിക്കേണ്ടതല്ലേ ശരിക്ക്? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ അടുത്തോ വലത്തോ അദ്ദേഹം ഇരിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം ഇല്ല. അതുപോലെ അടുത്തൊരു പരിപാടി ഇനി കാരപ്പറമ്പിലുണ്ട്, തൊട്ടപ്പുറത്തുണ്ട്. അവിടുത്തെ കസേരയിൽ ഈ ഇരിക്കുന്ന എത്ര ആളുണ്ടാവും പറയാൻ പറ്റുമോ? ഇത്ര നിസ്സാരന്മാരാണ് നമ്മൾ, ഇത്ര ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഉറപ്പിച്ചോ, മരണത്തോടുകൂടി ജീവിതം അവസാനിക്കല്ല, തുടങ്ങുകയാണ്. മരണത്തോടുകൂടി ജീവിതം തുടങ്ങുകയാണ്. നമുക്ക് വിചാരണയുള്ളത് നാളെ പരലോകത്താണ്. നമ്മളിവിടെ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും സുഹൃത്തുക്കളെ അവിടെ വിലയിരുത്തും. അവിടെ അള്ളാഹു വിലയിരുത്തും, ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയണം. ആ ഉത്തരം പറയുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. പല ആളുകൾ ഇതാണ് അവസാനം എന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ട് നേടേണ്ടതൊക്കെ ഇവിടുന്ന് നേടണം എന്നാണ്. എന്നാൽ ഉറപ്പിച്ചോളൂ, ഇതൊരു പരീക്ഷണം മാത്രമാണ്. ശരിക്കും നമുക്ക് ജീവിതം പരലോകത്താണ്, അവിടെ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു വെക്കണം. ആ സ്വർഗം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മനുഷ്യന്മാർ നന്നാകണമെങ്കിൽ ഈ ബോധം മനുഷ്യന്മാർക്ക് ഇട്ടുകൊടുക്കല്ലാതെ വേറൊരു നിർവാഹമല്ല. ഈ അള്ളാഹിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുക, വിശുദ്ധ ഖുർആനിലേക്ക് ആളുകളെ തിരിച്ചു വിളിക്കുക. അതേ നിർഭയത്വത്തിന് മാർഗുള്ളൂ, സമാധാനത്തിന് മാർഗുള്ളൂ. അതിലൂടെ മനുഷ്യന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ സന്ദേശം അറിയിക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഈ ആദർശ പ്രയാണം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യകാലക്കാർ എന്തൊന്നു കണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ ആധുനിക കാലക്കാർ നന്നാവുള്ളൂ. സംശയം ഉണ്ടായിരിക്കും. ഇമാം മാലിക് പറഞ്ഞു, ലൻ യുസ്ലിഹ ആഖിറ ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ അസ്ലഹ അവ്വലഹാ. ഈ അവസാന കാലക്കാര് ആദ്യകാലക്കാർ എന്തുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ നന്നാവുള്ളൂ, അല്ല നന്നാവുകയുള്ളൂ. ആ 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് കൂരാക്കൂരിരുട്ടാണ്.
ഇരുണ്ട യുഗം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. അതിന് കാരണം എന്താ അറിയോ? 3W ആണ് അവിടെ ഉണ്ടായിരുന്നത്. വാർ, വൈൻ, വിമൺ. അവർക്ക് 3 കാര്യമുള്ളൂ ചിന്ത. എന്ത്? ഒന്ന് നന്നായി മദ്യപിക്കുക, മറ്റൊന്ന് സ്ത്രീകളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുക, വ്യഭിചരിക്കുക, മൂന്നാമത്തേത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ തർക്കത്തിൽ ഏർപ്പെടുക, ഗോത്രങ്ങൾ തിരിഞ്ഞ് യുദ്ധം ചെയ്യുക, എത്രയോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം ചെയ്യുക. അങ്ങനെ കള്ളും കഞ്ചാവും മയക്കുമരുന്നും പെണ്ണും വ്യഭിചാരവും യുദ്ധവുമായി നടന്നിരുന്ന ഒരു സമൂഹമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവരെ മാറ്റിയത് ഈ വിശുദ്ധ വേദഗ്രന്ഥം കൊണ്ടാണ്. ഈ വിശുദ്ധ വേദഗ്രന്ഥം കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ട് ആ സമൂഹത്തെ മാറ്റിയെടുത്തത്. അതേ ഗ്രന്ഥം കൊണ്ട് മാത്രമേ ഈ കാലഘട്ടത്തെയും നന്നാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി സൂചിപ്പിച്ചിട്ടുള്ളത്. ആദ്യകാലക്കാർ എന്തുകൊണ്ട് നന്നായോ അതുകൊണ്ട് അവസാന കാലക്കാർ നന്നാവുള്ളൂ. ഇനി എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ? സംശയിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. നിങ്ങൾക്കറിയോ ഈ ആധുനിക സമൂഹം എന്ത് മാറ്റാൻ മാറിയിട്ടുള്ളത്? അന്നത്തെ 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്മാർ ആ കാട്ടറബികളിൽ ഉണ്ടായിരുന്ന എല്ലാ വൃത്തികേടും ഇന്ന് ആധുനിക സമൂഹത്തിലില്ലേ? അവന്റെ വസ്ത്രം മാറിയിട്ടുണ്ട്, അവൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മാറിയിട്ടുണ്ട്, അവൻ ഉപയോഗിക്കുന്ന വാർത്താവിനിമയ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട്, അവൻ ഉപയോഗിക്കുന്ന റോഡ് മാറിയിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ എന്ന നിലക്ക് ആ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വൃത്തികേടും ഇപ്പോഴും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ അന്നത്തെ വൃത്തികേട് തന്നെയാണ് ആധുനിക ലോകത്തും നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ആ വൃത്തികേടിനെ ഇല്ലാതാക്കാൻ ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെയാണ് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ ഇപ്പോ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞൊരു സംഭവം? എന്താണ്? ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കൻ ശതകോടീശ്വരനായ ഒരു വ്യക്തിയുണ്ട്. അയാള് കരീബിയൻ കടലിൽ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപ് അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ ദ്വീപാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു പ്രത്യേക ലോകം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തിനാ ലോകം എന്നറിയോ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കന്മാര്, സിനിമാ നടന്മാര്, സെലിബ്രിറ്റികള്, സ്ത്രീകള്, അതുപോലെ സ്പോർട്സ് താരങ്ങള്, അങ്ങനെ ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കന്മാർക്ക് മാത്രം വരാനുള്ള ഒരു ദ്വീപ്. എന്തിന്? യോഗം കൂടാനല്ല, രാജ്യകാര്യങ്ങൾ തീരുമാനിക്കാനല്ല, മറ്റെന്തെങ്കിലും കാര്യത്തിനല്ല. ആ അജ്ഞാന കാലഘട്ടത്തിൽ, ആ ഇരുണ്ട യുഗത്തിൽ ആ മനുഷ്യന്മാർ ചെയ്തിരുന്ന വൃത്തികേടുകൾ എന്താണോ അതേ ഇരുട്ട്, അതേ വൃത്തികേട് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആരും കാണാത്ത ഒരു സ്ഥലം. അതാണ് ആ കരീബിയൻ കടലിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ആ ദ്വീപിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഓരോ രാജ്യ നേതാക്കന്മാർ അങ്ങോട്ട് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ ലോകമൊന്നും പിന്നെ അറിയില്ല. അവിടെ പത്രക്കാർ ചെല്ലൂല, ആരും ചെല്ലൂല, ആരും ഇല്ലാത്തൊരു ലോകം. എന്നിട്ട് ചെറിയ കുട്ടികളെ അവർക്ക് കാഴ്ചവെക്കുക, പെൺകുട്ടികളെ കാഴ്ചവെക്കുക, വ്യഭിചാരം. ഈ 3 സാധനം തന്നെ നേരത്തെ പറഞ്ഞ 3W, വൈൻ, എല്ലാവിധത്തിലുള്ള മദ്യങ്ങളും ലഹരി സാധനങ്ങൾ അവിടെ ലഭ്യമാണ്. ഏത് പ്രായത്തിൽ ഏത് രാജ്യത്തുള്ള ഏത് സുന്ദരിയെ വേണോ അതവിടെ റെഡിയാണ്. എന്തിനധികം ചെറിയ ആൺകുട്ടികൾ വേണോ പെൺകുട്ടികൾ വേണോ അതടക്കം അവിടെ തയ്യാറാണ്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അയാൾ വീഡിയോ ക്യാമറയിലും മറ്റുമൊക്കെ പകർത്തി വെച്ചു. ഇവരവിടെ വരുന്നതും പോകുന്നതും ഇടപെടുന്നതും ഒക്കെ പകർത്തി വെച്ചു, രഹസ്യമായിട്ട് പകർത്തി വെച്ചു. എന്നിട്ട് അത് പിന്നീട് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. വിചാരണ തടവുകാരനായിരിക്കെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു, ജയിലിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ ആ സംഗതികൾ കോടതി കണ്ടെത്തുകയും അത് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞ് പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ്. പുറത്തു വിട്ടപ്പോഴാണ് ഒരുപാട് സെലിബ്രിറ്റികളുടെ, രാഷ്ട്ര നേതാക്കന്മാരുടെ പൊയ്മുഖം സമൂഹത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പണ്ട് കാലത്തുണ്ടായ വൃത്തികേട് തന്നെയാണ് ആധുനിക മനുഷ്യൻ പുരോഗമിച്ചിട്ട് ഇപ്പൊ ചെയ്യണത്. അപ്പൊ ആ മനുഷ്യനെ നന്നാക്കാൻ അന്നത്തെ കാലത്ത് എന്താണോ പ്രവാചകന്മാർ ഉപയോഗിച്ചത് അതേ സംഗതി തന്നെയാണ് ഈ കാലഘട്ടത്തെ നന്നാക്കാനും ഉപയോഗിക്കേണ്ടത്. അത് വിശുദ്ധ ഖുർആനായിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആനിലൂടെ ആയിരിക്കണം മനുഷ്യന്മാരെ നേരിന്റെ നിർമാർഗത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കത്രേ ഉള്ളൂ.
നമുക്ക് നിർഭയത്തുണ്ടാകാനും സമാധാനം ഉണ്ടാകാനും ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനെ ശ്രദ്ധാവായി അംഗീകരിക്കുക, നാളെ ഒരു പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുക. ഇവിടെ ഏത് കോടതി എന്നെ വെറുതെ വിട്ടാലും ഞാൻ ചെയ്ത മുഴുവൻ തെറ്റിനും എനിക്ക് ശിക്ഷ കിട്ടുമെന്ന് വിചാരിക്കുക. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് നാളെ പരലോകത്ത് കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും നാളെ പരലോകത്ത് കാണും. സുപ്രീം കോടതി നമ്മളെ നിരപരാധിയാണെന്ന് പറഞ്ഞു വിട്ടിട്ടും കാര്യമില്ല. പരലോകത്ത് രണ്ടാമത് നമ്മൾ എഴുന്നേറ്റ് വരും, അവിടെ മറുപടി പറയേണ്ടി വരും. അവിടെ നമ്മൾ ചെയ്ത മുഴുവൻ തെറ്റിനും ആ നരകാഗ്നിയിൽ നമ്മൾ കടന്നെരിയേണ്ടി വരും. അന്നേ ദിവസം ആ നരകത്തിൽ അവർ കടന്ന് എരിയുക തന്നെ ചെയ്യുമെന്നാണ്. സ്വലാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? തൊലി ഇങ്ങനെ കത്തിയണ്ട പോണീനാണ് സ്വലാ എന്ന് പറയാം. ഈ നാട്ടില് നമ്മൾ ഉപയോഗിക്കുന്ന തീ ഉണ്ടല്ലോ, ആ തീ നമ്മുടെ തൊലി അങ്ങോട്ട് കരിച്ചു കളയും, പിന്നെ നമ്മുടെ മാംസം കരിച്ചു കളയും. അപ്പോഴേക്ക് നമ്മൾ മരിച്ചിട്ടുണ്ടാവും, പിന്നെ നമുക്ക് വേദന ഉണ്ടാവില്ല. എന്നാ പരലോകത്ത് നരകത്തിൽ അങ്ങനെയല്ല. ഒരു തൊലി കത്തിയാണ് പോയാൽ അടുത്ത തൊലിന് തരും. അവിടെ അവിടെ ജീവിതവുമില്ല, അവിടെ മരണവുമില്ല. മരിക്കാനും കഴിയില്ല, ജീവിക്കാനും കഴിയില്ല, രക്ഷപ്പെടാനും കഴിയില്ല, ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും തന്നെ മരണമില്ലാത്ത ഒരു ലോകം. അവിടെ വെള്ളം കുടിക്കാൻ തരും, അത് അത്യുഷ്ണമായിരിക്കും, അല്ലെങ്കിൽ അത് ശൈത്യമായിരിക്കും. അവിടെ ഭക്ഷണം തരും, പക്ഷെ ആ ഭക്ഷണം മറക്കാൻ കഴിയില്ല. ആ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അവിടെ നമ്മുടെ മാതാപിതാക്കൾ രക്ഷക്കുണ്ടാവില്ല, നമ്മുടെ രാജ്യ നേതാക്കന്മാർ രക്ഷക്കുണ്ടാവില്ല, നമ്മുടെ കൂടെ കിടന്നാരും രക്ഷക്കുണ്ടാവില്ല. നമ്മൾ ചെയ്ത അമല് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ലോകമുണ്ട് സുഹൃത്തുക്കളെ. ആ പരലോകം ശരിക്കും മനുഷ്യന്മാരെ മനസ്സ് തട്ടിയാൽ ആളുകൾക്ക് സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഒന്ന് നമ്മളെ ഉപദ്രവിച്ചാലും, നമ്മളെ എന്തെങ്കിലും വിഷമം പറഞ്ഞാലും, പ്രയാസം പറഞ്ഞാലും, ബുദ്ധിമുട്ടിച്ചാലും, നമ്മളെ കുറിച്ച് പരാതി പറഞ്ഞാലും, പരദൂഷണം പറഞ്ഞാലും, അതൊക്കെ നാളെ പരലോകത്ത് നമുക്ക് എന്ത് ചെയ്യും? ഇതിനൊക്കെ പ്രതിഫലം കിട്ടുന്ന ഒരു ബോധം ഉണ്ടായാൽ ഒരാളും അക്രമിയാകൂല, അസ്വസ്ഥനാകൂല, ആത്മഹത്യ ചെയ്യൂല. കാരണം ഇത് പരീക്ഷാ ഹാളാണ്, റിസൾട്ട് വാങ്ങാനുള്ളത് പരലോകത്താണ്. പല മനുഷ്യന്മാർ ഇതാണ് ജീവിതം എന്നാ വിചാരിച്ചത്, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ ഈ ലോകത്തിന്റെ മുമ്പിൽ നിർഭയത്വത്തിന്റെ ഒരു സന്ദേശമായി നമുക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ കണ്ടെത്തുക, ആ സൃഷ്ടാവിലേക്ക് മടങ്ങുക, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് പറയുമ്പോ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ വിശ്വസിക്കുന്ന സമുദായമല്ല ഇപ്പൊ ഈ മുസ്ലിം സമുദായം. എന്നിട്ട് ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകള് നിങ്ങൾ ഈ പറയുന്ന അള്ളാഹിനോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പ് വെൽക്കുന്നുണ്ടല്ലോ, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടല്ലോ, പള്ളി പോകുന്നുണ്ടല്ലോ, ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അത്തരം ആൾക്കാരെ കൂട്ടത്തിലുമില്ലേ വേണ്ടാത്ത ചെയ്യുന്ന ആൾക്കാർ? അതിലുമില്ലേ കള്ളന്മാര്? അതിലുമില്ലേ കൊല ചെയ്യുന്ന ആൾക്കാര്? അതിലുമില്ലേ വ്യഭിചരിക്കുന്ന ആൾക്കാര്? അതിലുമില്ലേ നിങ്ങൾ പറയുന്ന അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാര്, ജാറമുണ്ടാക്കുന്ന ആളുകള്, മക്ബറകൾ ഉണ്ടാക്കുന്ന ആൾക്കാര്, മഹാന്മാരെടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാര്? അങ്ങനെയല്ലേ? അപ്പൊ അതെന്താ ഒരു വിരോധാഭാസല്ലേ എന്നൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആ വിചാരത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം സമൂഹത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഒരാളെ പേര് മുസ്ലിം ആയതുകൊണ്ട് അയാൾ മുസ്ലിം ആകൂല. ഈ കാര്യം അയാൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം ആകൂ. അപ്പൊ ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, അള്ളാനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല എന്നുള്ളത്. അറിയേണ്ടത് പ്രകാരം അവർ അറിഞ്ഞിട്ടില്ല, പഠിക്കേണ്ടത് പ്രകാരം പഠിച്ചിട്ടില്ല, മനസ്സിലാക്കേണ്ടത് പ്രകാരം അവരെന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ട മുസ്ലിം സമുദായം ഇന്ന് മറ്റു പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ വരെ എത്തി? സങ്കടകരമാണ് ആ കാര്യം. ഞാന് ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ഒരു വീട്ടിൽ കയറി ചെന്നു. ഒരു കണക്കെടുപ്പിന് പോയതാണ്. അങ്ങനെ വീട്ടിൽ കയറി ചെന്ന് അവരോട് അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇങ്ങനെ ചോദിച്ച് ഒരു ഫോറത്തിലേക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി, അവള് ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുമ്പിലൂടെ ആ വെള്ളത്തോടു കൂടി, തലയൊന്നും അല്ലാതെ തോർത്താതെ വെള്ളത്തോടു കൂടി ഞങ്ങളുടെ മുമ്പിലൂടെ ഓടിയാണ് പോയി. എന്നിട്ട് റൂമിലേക്ക് കയറി. റൂം കയറി കുറച്ച് കഴിഞ്ഞേക്കിന് അവിടുന്ന് ഒരു ശബ്ദം കേട്ട് കുട്ടിയുടെ കരച്ചിൽ കേട്ടു.
അപ്പൊ വരെ മാതാപിതാക്കളും അവിടെയുള്ള ആൾക്കാരെ കൂടി ചെന്നു. എന്താ പറ്റിയെന്ന് ചോദിച്ച് ചെന്ന് നോക്കുമ്പോ ഈ കുട്ടി പിന്നെ സ്വിച്ച് ഇട്ടപ്പോ ഈ കുട്ടിന്റെ കയ്യിൽ വെള്ളം ഉണ്ടായിട്ട് ഷോക്കടിച്ച് മലർന്നടിച്ച് വീണ് വായിലൂടെ നൊര വന്ന് കുട്ടി ഇങ്ങനെ ബലം വെച്ച് കിടക്കുകയാണ്, നാവൊക്കെ കടിച്ചിട്ട്. അപ്പൊ ഇവർ ഈ കുട്ടിനെ എടുത്ത് പുറത്തേക്ക് വന്ന് ഭയങ്കര കരച്ചിൽ കരയാണ്. അപ്പോ ഇന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താ, ഈ ഉമ്മയും അതിന്റെ സഹോദരിമാരും ഒക്കെ കരയുമ്പോ പറയണത് എന്താ അറിയോ, ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, എന്റെ കുട്ടിനെ കാക്കണേ. ഏതെങ്കിലും ഒരാള് പറയണ്ടേ പടച്ചോനെ എന്റെ കുട്ടിനെ കാക്കണേ, അല്ലാ എന്റെ കുട്ടിനെ കാക്കണേ എന്ന്? ആ സമയത്ത് പോലും പറയണില്ല. ആ സമയത്ത് പോലും പറയുന്നത് എന്താ, ബദരീങ്ങളെ എന്റെ കുട്ടിനെ കാക്കണേ എന്നാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കാത് തുറന്നിത് കേൾക്കണം, കണ്ണ് തുറന്നിത് കാണണം. എവിടെ പോയി നമ്മുടെ വിശ്വാസം? തന്റെ കുട്ടി മരണത്തോട് മല്ലടിക്കുമ്പോൾ കയ്യിൽ കിടന്ന് പടയുന്ന സമയത്ത് പോലും അല്ലാഹുവേ എന്നെ കാക്കണേ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രമേൽ അപജയത്തിലാണ് നമ്മൾ അകപ്പെട്ടു പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവം എന്തായിരുന്നു? അവർ കടലിലൂടെ കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ കാറ്റും കോളും വന്ന് കപ്പൽ ഇങ്ങനെ ആടി ഉലയുമ്പോ അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമെന്നാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും. എന്നാൽ ആ കടലിൽ നിന്നവർ കരയിലേക്ക് രക്ഷപ്പെട്ടാലോ, കരയിലേക്ക് രക്ഷപ്പെട്ടാൽ അതാ അപ്പോൾ അവർ അല്ലാഹുവല്ലാത്തവരെ വിളിക്കും, ലാത്തയെ വിളിക്കും, ഉസ്സയെ വിളിക്കും, മനാത്തയെ വിളിക്കും. പക്ഷെ കുടുങ്ങുമ്പോ അവർ അള്ളാനെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ സമുദായത്തിൽ നിന്ന് കാണുന്നത് എന്താ, സ്വന്തം കുട്ടി മരണപ്പെടച്ചിൽ പടയുമ്പോഴും അള്ളാന്ന് വരുന്നില്ല. ഒരു പ്രശ്നമില്ല അവിടെ, ഇല്ല നിങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ, അത് ഈ മുജാഹിദ് മൗലവിമാര് പിന്നെ മുഹ്യിദ്ദീൻ ശൈഖിനെയും ബദരീങ്ങളെയും ഒന്നും വിശ്വസിക്കാത്തവരാണ്, അവരൊന്നും ആദരിക്കാത്തവരാണ്, ബഹുമാനിക്കാത്തതാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ആര് പറഞ്ഞു അങ്ങനെ? ബദരീങ്ങളെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല, ബദരീങ്ങളെ സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല, ബദരീങ്ങളെ സ്നേഹിക്കാത്തവൻ വിശ്വാസിയല്ല. എന്താ വേണ്ടത്? കാരണം ആദ്യത്തെ ബദരീങ്ങളാരാ? ബദറിൽ പങ്കെടുത്ത, നേതൃത്വം കൊടുത്ത ഒന്നാമത്തെ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് എങ്ങനെ സ്വർഗം കിട്ടുക? അപ്പൊ ബദരീങ്ങളായി അവിടെ ശുഹദാക്കളായിട്ടും പോയ ആളുകൾ, അവരെ ഇഷ്ടപ്പെടണം, അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം. പക്ഷേ ആ ബദരീങ്ങളോട് അള്ളാനോട് ചോദിക്കണ കാര്യം ബദരീങ്ങളോട് ചോദിക്കാൻ പാടില്ല. കാരണം എന്താ? ബദരീങ്ങൾ അതിനെതിരാണ്. എന്തിനാ ബദറുണ്ടായത്? ബദറിലേക്ക് അബൂജഹൽ ഒരു ഭാഗത്തു നിന്ന് വരുന്നു, മറുഭാഗത്തു നിന്ന് റസൂലുള്ളാഹിയും സഹാബികളും വരുന്നു. അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവേ എന്ന് പറഞ്ഞ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതാ സത്യവും അസത്യവും പോരടിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് സത്യത്തിന്റെ കക്ഷികളെ കക്ഷിയെ ജയിപ്പിക്കണേ എന്നാണ് അവിടെ അബൂജഹൽ പ്രാർത്ഥിച്ചത്. ആരോട്? അള്ളാനോട്. ഇപ്പുറത്ത് റസൂലുള്ളാഹി ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കാൻ ഇവിടെ ഒരു വിഭാഗം ഉണ്ടാകില്ല, അതുകൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ. രണ്ടാളും അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. പിന്നെന്തിനാ ബദറുണ്ടായി? അതോ ഈ അബൂജഹലിന്റെ വിശ്വാസം, അവർ കുടുങ്ങിയ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? വേറെ മഹാന്മാരോട് പ്രാർത്ഥിക്കും, ഉസ്സയോട് പ്രാർത്ഥിക്കും, ലാത്തയോട് പ്രാർത്ഥിക്കും. അപ്പൊ ആ പ്രാർത്ഥിക്കുന്ന ന്യായം എന്താ? അവർ അള്ളാഹ്ന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങൾ അടുപ്പിക്കും എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ വേറുള്ളവരോട് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, എന്നോട് മാത്രം നിങ്ങൾ സഹായം തേടണം. അല്ലേ? നിന്നോട് മാത്രം ഞങ്ങൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതല്ലേ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ 5 തവണ പറയുന്നത്? അത് ആ വിശ്വാസത്തിന്, ആ തൗഹീദിന് വേണ്ടിയാണ് അവിടെ ബദറുണ്ടായത്. എന്നിട്ട് അതിന്റെ പേരിൽ ശുഹദാക്കളായിട്ടുള്ള ആളുകളെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ച പിന്നെ എന്താ സുഹൃത്തുക്കളെ അവസ്ഥ?
അത് ബദരീങ്ങളെ അധിക്ഷേപിക്കലാണ്, ബദരീങ്ങൾക്ക് എതിര് ചെയ്യലാണ്. അതൊരു കാരണവശാലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ സുഹൃത്തുക്കളെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാം. ബദരീങ്ങളെ ഇഷ്ടപ്പെടുക, ഉഹദീങ്ങളെ ഇഷ്ടപ്പെടുക, മഹാന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക. പക്ഷെ അള്ളാഹിനോട് ചോദിക്കണ പണി അവരോട് ചോദിക്കാൻ പാടില്ല. അത് ശിർക്കാണ്, അത് തെറ്റാണ്, അത് കുറ്റമാണ്. പ്രവാചകന്മാർ മുഴുവനും പ്രാർത്ഥിച്ചിരിക്കുന്നത് ആരോടാ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ആ നൂഹ് നബി പറഞ്ഞു, ഏ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. എന്താ സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഹുവ അൻശഅകും മിനൽ അർള്. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല, അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? വ ഇബ്രാഹിമ ഇദ് ഖാല ലിഖൗമിഹി ഇബ്ദുല്ലാഹ വത്തഖൂഹ്. ഇബ്രാഹിം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുക. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? വഖാല മസീഹു യാ ബനി ഇസ്രായീല ഉബ്ദുല്ലാഹ റബ്ബി വറബ്ബുക്കും. മസീഹ് പറഞ്ഞു, ഇസ്രായേൽ സന്തതികളെ, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പിന്നെ പറഞ്ഞത് എന്താ? ഫാമിനൂ ബില്ലാഹി വറസൂലിഹി. ഓ ജനങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള അല്ലാഹുവിന്റെ ദൂതനാകുന്നു, അതിനാൽ നിങ്ങൾ അല്ലാഹുവിനും അവന്റെ ദൂതനിലും വിശ്വസിക്കുവീൻ. എല്ലാ പ്രവാചകന്മാരും വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂവെന്ന് ആ ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, നിങ്ങളൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നല്ല, അള്ളാനെ ആരാധിക്കുന്ന. നമുക്ക് ഇബ്രാഹിം നബിന്റെ മാർഗം പോരെ, നമുക്ക് ലൂത്ത് നബിന്റെ മാർഗം പോരെ, നമുക്ക് ഈസാ നബിയുടെ മാർഗം പോരെ, നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പോരെ? അവർക്കൊക്കെ രോഗമുണ്ടായിട്ടുണ്ട്, അവർക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർ പല ആളുകളും പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്താണ് പ്രയാസത്തിൽ അകപ്പെട്ടപ്പോൾ ആദം നബി പറഞ്ഞത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ നാഥാ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അയ്യൂബ് നബിക്ക് രോഗം വന്നു. എന്താ അയ്യൂബ് നബി പ്രാർത്ഥിച്ചത്? അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീയാകട്ടെ കാരുണ്യമുള്ളവനാണ്, കരുണാനിധിയാണ്, അതുകൊണ്ട് എന്റെ രോഗം ശിഫയാക്കണേ. യൂനുസ് നബി പ്രാർത്ഥിച്ചതെന്താ? മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ടിലകപ്പെട്ടപ്പോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീയല്ലാതെ യാതൊരു ദൈവവുമില്ല, നീ എത്ര പരിശുദ്ധനാണ്, തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു, പടച്ചോനെ എന്നെ രക്ഷപ്പെടുത്തണേ. മൂസാ നബി പ്രാർത്ഥിച്ചത് ആരോടാ? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്റെ നാഥാ, എനിക്ക് നീ ഇറക്കി തരുന്ന ഏതൊരു നന്മക്കും ഞാനിതാ ഇപ്പോൾ ആവശ്യക്കാരനാണ്. നൂഹ് നബി പ്രാർത്ഥിച്ചത് ആരോടാ? അന്നീ മഗ്ലൂബും ഫന്തസിർ. ഞാനിതാ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണേ. ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് പ്രതിസന്ധികൾ ഉണ്ടായപ്പോ പ്രാർത്ഥിച്ചത് മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുക്കൽ പോയിക്കൊണ്ടല്ല, ഏതെങ്കിലും മക്ബറകളിൽ പോയിക്കൊണ്ടല്ല, അള്ളാഹുവിനോട് മാത്രമായിരുന്നു. യഅ്കൂബ് നബിയാകട്ടെ, ഇബ്രാഹിം നബിയാകട്ടെ, മരണാസന്നമായ ഘട്ടത്തിൽ പോലും ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി മാ തഅബുദൂന മിൻ ബഅദി. എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക?
അപ്പൊ അവര് പറഞ്ഞു, താങ്കളുടെയും താങ്കളുടെ പിതാക്കളുടെയും ദൈവമായ ഏകദൈവത്തെ അഥവാ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നാണ്. എല്ലാ പ്രവാചകന്മാരും വസിയത്ത് ചെയ്തത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ നിങ്ങളൊന്ന് തെരഞ്ഞു നോക്കൂ, അള്ളാഹുവിനോടല്ലാത്തൊരു പ്രാർത്ഥന കാണാൻ കഴിയില്ല. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബു ലക്കും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുരിയതി. ഇങ്ങനെ തുടങ്ങി ഒന്നുകിൽ അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബന അല്ലെങ്കിൽ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഖുർആനിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹദീസുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുവേ എന്ന് തന്നെയാണ്. അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂത് വഇലക നുശൂർ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന, ആ രാവിലെ സുപ്രഭാതത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹബിൽ ബൽസ് ഇശ്ഫി അൻത ശാഫി. നമ്മൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക. പാപമോചനത്തിന്റെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവിനോടാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം പോരെ, ആ പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരെ നമുക്ക്. അപ്പോഴേ നമുക്ക് നിർഭയത്തുണ്ടാവും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളെ പൈസ ജാറ കമ്മിറ്റിക്കാർ കൊണ്ടുപോകും, നമ്മളെ സമയം ഈ രൂപത്തിൽ ഓൺലൈനിൽ വന്നുകൊണ്ട് പല രീതിയിലുള്ള ആത്മീയ ചൂഷണങ്ങൾക്ക് വലവിരിച്ച് കാത്തിരിക്കുന്ന ചില പുരോഹിതന്മാര് നമ്മളെ പൈസ കൊണ്ടുപോകും. ഏത് ജാറത്ത് പോയി എന്ത് ചെയ്താലും നമുക്ക് സമാധാനം കിട്ടൂല. ഒരു സ്ഥലത്ത് പോയി നോക്കി അവിടുന്ന് കിട്ടില്ല, വേറൊരു സിദ്ധന്റെ അടുത്ത് പോയി വേറൊരാൾ. അവസാനം എന്തായി? CM മടവൂരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, CM മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ സമൂഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത്ര ഗുരുതരമാണ് അവസ്ഥ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇതിന്റെ വിശദാംശം ഇൻഷാ അല്ലാഹ് ബാക്കി താജുദ്ദീൻ സലാഹി ഇതിന്റെ ബാക്കി വിശദീകരിക്കും. നിങ്ങൾ ഇത് കൃത്യമായി പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഈ ഒരു സന്ദേശം ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഈ വരാനിരിക്കുന്ന ദിനരാത്രങ്ങളിൽ ഒരു ആദർശ പ്രയാണമായി, ഒരു ഒഴുക്കായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇൻഷാ അല്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം, നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകണം. ഇൻഷാ അല്ലാഹ് അസ്വസ്ഥതയിൽ, ആ പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, ഈ തൗഹീദിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ ഈ ഒരു ആദർശ പ്രയാണത്തിലൂടെ നമുക്ക് കഴിയണം. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.